Video presentation computerized accounting കുറിച്ചാണ്. ഇതിലെ നോട്ട്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ചെറിയ ബുക്ക് നിങ്ങൾ അതിനു വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. ആ നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ ഇതിലെ നോട്ട്സുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വയ്ക്കുക. നന്നായിട്ട് പഠിക്കുക. അക്കൗണ്ടൻസി വളരെ വിശദമായി നമ്മൾ പഠിച്ചു. എന്താണ് അക്കൗണ്ടൻസി എന്നും ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ട്രാൻസാക്ഷനുകൾ അതെങ്ങനെ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് അതിന്റെ റിസൾട്ട് കണ്ടെത്തി അത് ഇന്റർപ്രറ്റ് ചെയ്യുന്ന മാനുവൽ ആയിട്ടുള്ള അക്കൗണ്ടിങ് നമ്മൾ അക്കൗണ്ടൻസിയിൽ പഠിച്ചതാണ്. ആ അക്കൗണ്ടിങ്ങിന്റെ ആസ്പെക്ട്സ് നമ്മൾ രണ്ടാം വർഷത്തിൽ എങ്ങനെ ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ചെയ്യാം എന്നുള്ളത് കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പാർട്ടാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. സോ നിങ്ങൾക്കെല്ലാം അക്കൗണ്ടൻസി എന്താണെന്നറിയാം. Accountant is the art of recording, classifying, summarizing financial data. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അത് തുടങ്ങി അതിന്റെ ഫൈനൽ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്ത് ആ ഒരു അക്കൗണ്ടൻസിയുടെ പ്രോസസ്സ് എന്നതിലൂടെ നമ്മൾ കടന്നു പോവുകയും ചെയ്തതാണ്. ഈ പറയുന്ന അക്കൗണ്ടിംഗ് പ്രോസസ്സ് എങ്ങനെ ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ചെയ്യാം എന്നുള്ളതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. So computerized accounting means it is the process of accounting with the help of computers. കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ അക്കൗണ്ടിംഗ് പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് എന്ന് നമ്മൾ പറയുക. So what is computerized accounting or computerized accounting system? So computerized accounting means the process of accounting, that is recording, classifying, summarizing etc. are done with the help of a computer. എന്താണ് computerized accounting system എന്ന് പറഞ്ഞാൽ? It's a system used by business for recording and manipulating financial data with the help of computers and various accounting softwares. എന്താണ് computerized accounting എന്ന് പറഞ്ഞാൽ? It is a system used by business for recording and manipulating financial data with the help of computers and various accounting softwares. അതായത് നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തിലെ ഫിനാൻഷ്യൽ ഡാറ്റ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ട്രാൻസാക്ഷനുകൾ അവയെല്ലാം ഒരു കമ്പ്യൂട്ടറിന്റെയും ആ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റോൾ ചെയ്ത ഒരു അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിന്റെയും സഹായത്താൽ റെക്കോർഡ് ചെയ്ത് അത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് അതിൽ നിന്നും നമ്മൾ റിപ്പോർട്ടുകൾ എടുത്ത് അതാണ് മാനിപ്പുലേറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. സോ റെക്കോർഡിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ ഇൻ എ ബിസിനസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർസ്. That is called അതിനുള്ള ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുക. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം? ഒന്നുകൂടി ഞാൻ പറയാം. It is a system used by business for recording and manipulating financial data with the help of computers and various accounting softwares. എന്താണ് ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ നമ്മൾ അതിനെ ചുരുക്കി വേണമെങ്കിൽ നമുക്ക് CAS എന്ന് പറയാം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മളതാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ചെയ്യുമ്പോൾ അതിന്റെ സവിശേഷതകൾ എന്തെല്ലാം? ഫീച്ചേഴ്സ് ഓഫ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. The first point is, നമുക്കറിയാം, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, എന്താണ് ഇത് മാനുവൽ അക്കൗണ്ടിംഗ് ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്താൽ ചെയ്യുമ്പോൾ അതിനുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? So the first feature is simple and integrated. The process of accounting can be performed very easily. വളരെ വേഗത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. All business operations such as purchase, sales, finance, inventory etc. are integrated. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബിസിനസ്സിലെ വിവിധ ഫംഗ്ഷനുകൾ, പർച്ചേസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്,
ഇൻവെന്ററി ഉണ്ട്, ഫിനാൻസ് ഉണ്ട്. ഇതൊക്കെയായി ബന്ധപ്പെട്ട വിവിധ ട്രാൻസാക്ഷനുകളെ, വിവിധ ഇടപാടുകളെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതിൽ നിന്നും നമുക്ക് വളരെ സിമ്പിളായ റിപ്പോർട്ടുകൾ ലഭ്യമാക്കുന്നതിന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് നമുക്ക് സഹായകരമാവുന്നതാണ്. അതാണ് ഇന്റഗ്രേഷൻ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. വിവിധ നമ്മുടെ ബിസിനസിന്റെ വിവിധ ആക്ടിവിറ്റികൾ, അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ആ അക്കൗണ്ടിങ് ആക്ടിവിറ്റികളിലും ട്രാൻസാക്ഷനുകളെയും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അതിൽ നിന്നും നമുക്ക് ഡാറ്റകൾ, നമുക്ക് വളരെ ഉപയുക്തമായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിന് സഹായകരമായ ഡാറ്റകൾ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് സിമ്പിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് ഫീച്ചർ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് system. Simple and integrated. It can be performed very easily. All the functions are integrated. So the second feature is, രണ്ടാമത്തെ പ്രത്യേകത ആയിരിക്കും വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം മനുഷ്യർ ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്നതിനേക്കാൾ വളരെ സ്പീഡി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. Many times speedier than human beings. So the second point is, the second feature of computerized accounting system is speed ആണ്. എന്താണ്? Computers can process data speedily, many times, millions of times faster than, speedier than human beings. So that is the second feature of computerized accounting system. The first one is simple and integrated. The second point is speedy. ആലോചിച്ച് മറ്റൊരു പ്രത്യേകത എന്തായിരിക്കും? The third one is, the third feature of computerized accounting is accuracy. കൃത്യതയുണ്ടായിരിക്കും. ഹ്യൂമൻ ബീയിങ്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള തെറ്റുകൾ നമുക്കറിയാം. ഒരു മനുഷ്യൻ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ മൊണോട്ടണസ് ആവും, ടയേർഡ് ആവും. അപ്പം അത്തരത്തിലുള്ള യാതൊരു ക്ഷീണവും സംഭവിക്കാത്ത ഒന്നാണ് കമ്പ്യൂട്ടേഴ്സ്. എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും കമ്പ്യൂട്ടറുകൾക്ക് ഒരേ ആക്യുറസിയോട് കൂടിയിട്ട് പ്രോസസ്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിംഗ് നടത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. So the third point is accuracy. The accuracy of computer is very high. Computers can perform the various accounting activities with the highest accuracy. So we have discussed the 3 points. Features of computerized accounting system. The first one is simple and integrated. Second point, speed. Third one, accuracy. The fourth feature of computerized accounting system is scalability. അതായത് ഒരു ബിസിനസിന്റെ സൈസോ അതിലെ ട്രാൻസാക്ഷനുകളുടെ എണ്ണമോ കൂടുകയാണെങ്കിൽ കൂടിയും നമുക്ക് അഡീഷണൽ കോസ്റ്റ് ഇല്ലാതെ തന്നെ കൂടുതൽ ഡാറ്റ നമുക്ക് പ്രോസസ് ചെയ്യുവാനും സാധിക്കുമെന്നുള്ളതാണ് സ്കെയിലബിലിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്കെയിലബിലിറ്റി. So what is scalability? It can process additional data without incurring additional cost. അതായത് നമ്മുടെ സ്കെയിലബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ സ്ഥാപനത്തിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഡാറ്റ കൂടുന്നതിനനുസരിച്ചിട്ടോ നമുക്ക് കോസ്റ്റ് കൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഡാറ്റ പ്രോസസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. That is scalability. So we have discussed 4 points. Simple and integrated, speed, accuracy, scalability. The next one is reliability. നമുക്ക് കൂടുതൽ ആശ്രയിക്കാവുന്നതാണ്. The generated information from computerized accounting is more accurate and reliable than manual accounting. Computerized accountingിലൂടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ മാനുവൽ അക്കൗണ്ടിങ്ങിനേക്കാൾ കൂടുതൽ ആക്യുറസി ഉള്ളതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ റിലയബിൾ ആയിരിക്കും, നമുക്ക് കൂടുതൽ ആശ്രയിക്കാവുന്നതായിരിക്കും എന്നുള്ളതാണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് അത് വളരെ ഉപകാരപ്രദമായിരിക്കും. സോ ദ പോയിന്റ് ഈസ് റിലയബിലിറ്റി. ആശ്രയിക്കാവുന്നതാണ്. The generated information from computerized accounting is more reliable than manual accounting. The next point is transparency. കൂടുതൽ സുതാര്യമായിരിക്കും. വളരെ സുതാര്യമായ രീതിയിൽ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുവാനും അത് പ്രോസസ് ചെയ്യുവാനും അതിന്റെ റിപ്പോർട്ടുകൾ എടുക്കുവാനും സാധിക്കുമെന്നുള്ളതാണ്. Computerized accounting provides greater transparency for day-to-day business operations.
നമ്മളുടെ ബിസിനസിന്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ് വളരെ കാര്യക്ഷമമായി വളരെ കൃത്യതയോടുകൂടി നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി ഉണ്ടാവും, അതായത് സുതാര്യമായിരിക്കും എന്നുള്ളതാണ് ട്രാൻസ്പെറൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. The managers can take quick decisions based on the reports generated from this computerized accounting system. ഈ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻഫർമേഷൻ വളരെ വേഗത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മാനേജേഴ്സിനെ, ഒരു ബിസിനസ്സുകാരനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ പ്രസന്റേഷനിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ്. ഞാൻ ഒന്നും കൂടി പറയാം. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സിസ്റ്റം used by business for recording and manipulating financial data with the help of computers and various accounting softwares. എന്തൊക്കെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. The first point is simple and integrated. The first feature of computerized accounting system is simple and integrated. The second one is speed. The third feature is accuracy, and the fourth one scalability. The fourth feature of computerized accounting system is scalability. The fifth one is reliability. ആശ്രയിക്കാവുന്നതാണ്. And the sixth one is transparency. സുതാര്യതയുള്ളതാണ്. And the last one, quick decision making. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനുവൽ അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ്. എ കമ്പാരിസൺ ബിറ്റ്വീൻ മാനുവൽ അക്കൗണ്ടിങ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അക്കൗണ്ടൻസിയുടെ ഫങ്ഷൻസ് നിങ്ങൾക്കറിയാം. റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, ആ തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളിത് ചിന്തിക്കുകയാണെങ്കിൽ ഇത് വളരെ എളുപ്പമായിരിക്കും. ആലോചിച്ച് നോക്കിക്കോളൂ, എങ്ങനെയാണ് മാനുവൽ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡിംഗ് നടത്തുന്നത്, എങ്ങനെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡിംഗ് നടത്തുന്നത്. മാനുവൽ അക്കൗണ്ടിങ് നമ്മൾ ദ ഫസ്റ്റ് ബുക്ക് ഏതാണ്? ദ ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി, ജേണലിലേക്ക് സോഴ്സ് ഡോക്യുമെന്റുകളുടെ സഹായത്താൽ ജേണൽ എൻട്രികൾ നടത്തുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഇത് ചെയ്യുന്നത് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളുടെ സഹായത്താലാണ്. ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഇറ്റ് ഈസ് ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർസ്. അപ്പോൾ റെക്കോർഡിംഗ് എന്ന ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ മാനുവൽ അക്കൗണ്ടിങ്ങിൽ ബുക്സ് ഓഫ് ഫസ്റ്റ് എൻട്രിയിലേക്ക് അല്ലെങ്കിൽ ഒറിജിനൽ എൻട്രിയിലേക്ക് നമ്മൾ ജേണൽ എൻട്രികൾ പാസ് ചെയ്യുന്നു. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഇത് സോഫ്റ്റ്വെയറുകളുടെ സഹായത്താലാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആസ്പെക്ട് നിങ്ങൾക്കറിയാം, എന്താണ്? ക്ലാസിഫൈയിങ് എന്ന് പറയുന്ന ആസ്പെക്ട്. മാനുവൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ജേണൽ എൻട്രികൾ എഴുതിയതിനു ശേഷം ആ ജേണൽ എൻട്രികൾ ലെഡ്ജറുകളിലേക്ക് ഗ്രൂപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നു. എന്നാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ഇറ്റ് ഈസ് ഡൺ ഓട്ടോമാറ്റിക്കലി ബൈ ദി സോഫ്റ്റ്വെയർ. ഓക്കെ. ആൻഡ് ദ തേർഡ് പോയിന്റ്, സമ്മറൈസിങ്. നിങ്ങൾ അക്കൗണ്ടൻസിയുടെ ഫങ്ഷൻസ് ഓർത്താൽ മതി. റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്. ആ നിലയിൽ നിന്നുകൊണ്ട് അതെങ്ങനെയാണ് മാനുവൽ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചാൽ മതിയാവും. എങ്ങനെയാണ് മാനുവൽ അക്കൗണ്ടിങ്ങിൽ സമ്മറൈസ് ചെയ്യുന്നത്? ജേണലൈസിങ് ചെയ്ത് ലെഡ്ജറുകളിലേക്ക് പോസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ ലെഡ്ജറുകൾ ബാലൻസ് ചെയ്യുന്നു. എന്നാൽ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ലെഡ്ജർ അക്കൗണ്ട്സ് ആർ ബാലൻസ്ഡ് automatically by the computers. And the fourth point is trial balance. Trial balance ന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? മാനുവൽ അക്കൗണ്ടിങ്ങിൽ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ്. ജേണൽ എൻട്രി എഴുതി പോസ്റ്റ് ചെയ്ത് അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്ത് ആ ബാലൻസുകൾ എടുത്ത് നമ്മളൊരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നുവെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് ട്രയൽ ബാലൻസ് ഈസ് നോട്ട് നെസസറി ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ്, അഡ്ജസ്റ്റിംഗ് എൻട്രി. മാനുവൽ അക്കൗണ്ടിങ്ങിൽ പലപ്പോഴും നമ്മൾ അഡ്ജസ്റ്റിംഗ് എൻട്രികൾ നടത്തുന്നു. നമുക്ക് എററുകൾ സംഭവിക്കുമ്പോഴൊക്കെ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആർ റിക്വയർഡ് ഇൻ മാനുവൽ അക്കൗണ്ടിങ്, ബട്ട് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആർ നോട്ട് മെയ്ഡ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ആദ്യത്തെ ടോപ്പിക്കാണിത്. ഞാൻ ഈ വീഡിയോ പ്രസന്റേഷന്റെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇതൊരു ചെറിയ ബുക്കിലേക്ക് രേഖപ്പെടുത്തി വെക്കുക, വളരെ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുവാൻ നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.